സ്വർണ്ണക്കൊള്ളക്കേസിലെ മൂന്നാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എൻ വാസുവിനെ കുരുക്കിയ നിർണായക രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫയലിൽ എഴുതിയത് അട്ടിമറിച്ചത് എൻ വാസുവാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തുവന്നത്. ചെമ്പ് സ്വർണം പൂശാനെന്ന് ഫയലിൽ എഴുതിയത് വാസുവാണെന്നും രേഖകളിൽ വ്യക്തമാണ്. ഹരിമോഹന്റെ റിപ്പോർട്ട്. അതിഗുരുതരമായ കണ്ടെത്തലുകളാണ് മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെതിരെ SIT നടത്തിയിരിക്കുന്നത്. മറ്റു പ്രതികളുടെ മൊഴിയാണ് ഏറ്റവും അധികം കുരുക്കായി മാറിയത്. മാത്രമല്ല, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കണ്ടെടുത്ത രേഖകൾ കൂടി വാസുവിന് കൂരാക്കുടുക്കായി മാറുകയായിരുന്നു. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ വരുത്തിയ വീഴ്ചയ്ക്ക് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കൂടി വാസുവിനെതിരെ ചുമത്തിക്കൊണ്ടാണ് കോടതിയിൽ ഇന്നലെ ഹാജരാക്കിയത്. 2019 സന്നിധാനത്തെ കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തുവിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. കട്ടിള പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയതിനോടൊപ്പം തന്നെ മുൻപ് സ്വർണം പൂശിയിട്ടുള്ള എന്ന് ബ്രാക്കറ്റിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഇത് എൻ വാസുവിന്റെ അടുത്തെത്തിയപ്പോൾ സ്വർണം പൂശിയിട്ടുള്ള എന്ന ഭാഗം പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയായിരുന്നു. അവിടെ മുതൽക്കാണ് ഈ ഗൂഢാലോചന പ്രാവർത്തികമാക്കി തുടങ്ങിയതെന്ന് SIT കണ്ടെത്തിയിരിക്കുന്നു. അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറാക്കിയ കത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു നൽകിയതും സ്വർണ്ണാപഹരണത്തിന് എല്ലാ സാധ്യതകളും തുറന്നിട്ടു കൊടുത്തതും എൻ വാസു ആണെന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. വാസുവിന്റെ പങ്കിനെക്കുറിച്ച് അറസ്റ്റിലായ മറ്റു കൂട്ടുപ്രതികൾ കൃത്യമായി മൊഴി നൽകി എന്നുള്ളതാണ് SIT പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നീട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എല്ലാവരും ഒന്നടങ്കം വാസുവിനെതിരെ കൃത്യമായി മൊഴി നൽകി കഴിഞ്ഞു. ദേവസ്വം പ്രസിഡന്റായിരിക്കെ വാസുവിന്റെ PA ആയിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയാണ് വാസുവിന് ഏറ്റവും അധികം കുടുക്കായത് എന്നുള്ളതാണ് SIT വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിന് കൃത്യമായ സ്വാധീനം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ എല്ലാ ദേവസ്വം ഉദ്യോഗസ്ഥരെയും നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വാസുവിന് സാധിച്ചത്. ആ നിയന്ത്രണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ രേഖകളിലെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറുന്നതിനു വേണ്ട അനുകൂലമായ വാചകങ്ങൾ എഴുതി ചേർത്തത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് മുന്നോടിയായി നടന്ന ഗൂഢാലോചനയിൽ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഏറെക്കുറെ വ്യക്തത വന്നു കഴിഞ്ഞു. അന്നത്തെ പ്രസിഡന്റായിരുന്ന A പത്മകുമാറിനെ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് SIT പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇതിനോടകം തന്നെ പത്മകുമാറിന് ഒരു തവണ നോട്ടീസ് അയച്ചു. ഹാജരാവാൻ തയ്യാറായില്ല. രണ്ടാം തവണയും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇത്തവണ വന്നാൽ വിശദമായി ചോദ്യം ചെയ്യാനും വേണ്ടി വന്നാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുമാണ് SIT ലക്ഷ്യമിടുന്നത്. പക്ഷേ വരാൻ തയ്യാറാകാതിരുന്നാൽ നേരിട്ട് കസ്റ്റഡിയും തുടർന്ന് അറസ്റ്റിലേക്കും പോകേണ്ടി വരും.